ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 5 മധുരം, താളും തകരയും. ചക്കയും മാങ്ങയും രുചിക്കാത്ത മലയാളി ഉണ്ടാകാൻ ഇടയില്ലാത്തതുപോലെ നാടൻ രുചികളിൽ ഇവയുടെ സ്ഥാനവും ഒഴിക്കാനാവാത്തതു തന്നെയാണ്. പഴമായും കറിയായും പുഴുക്കായും എത്രയോ കാലമായി ഇവ മലയാളിയുടെ പശിയടക്കുന്നു. ചക്കയും മാങ്ങയും ഉപയോഗിച്ചുണ്ടാക്കാവുന്ന വിഭവ വൈവിധ്യത്തെ അവതരിപ്പിക്കുകയാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ താളും തകരയും എന്ന ഈ ലേഖനം. താളും തകരയും. ചക്കയും മാങ്ങയും 6 മാസം, അങ്ങനെയും ഇങ്ങനെയും 6 മാസം എന്നാണ് പണ്ട് കേരളത്തിലെ മേത്തരവും ഇടത്തരവും കഴിച്ച് ബാക്കിയുള്ള ഇല്ലങ്ങളിലെയും ഇറച്ചിയും മീനും വയ്ക്കാത്ത വീടുകളിലെയും കൂട്ടാൻ വയ്ക്കൽ. പണ്ട് എന്ന് വച്ചാൽ സ്വാതന്ത്ര്യത്തിനു മുൻപ്. മാങ്ങാക്കാലത്ത് ഉച്ചയ്ക്ക് ചക്കക്കുരുവും മാങ്ങയും, വൈകുന്നേരം മാങ്ങയും ചക്കക്കുരുവും. അങ്ങനെയുള്ള വീടുകളുമുണ്ട്. അതാണ് അധികം കഷ്ടം. പണ്ട് വീട്ടുപറമ്പുകളിൽ സുലഭമായിരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് മുഖ്യമായും ആഹാരത്തിനായി ഉപയോഗിച്ചിരുന്നത്. മത്തനില, വാഴത്തട, കായ്ത്തോല് ഇതുപോലെയുള്ള പണച്ചെലവില്ലാത്ത ഇനങ്ങളാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും വീട്ടിൽ രുചിയുള്ള വിഭവങ്ങളാക്കി ഉപയോഗിച്ചിരുന്നത്. ഇവയുടെ എല്ലാം കായ്കനികൾ അന്നത്തെ പണക്കാർ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അങ്ങനെ എന്ന് വച്ചാൽ മത്തങ്ങയോ കുമ്പളങ്ങയോ വെള്ളരിക്കയോ കൈപ്പയ്ക്കയോ ഒന്നുമല്ല. അതെല്ലാം പണക്കാരുടെ വീടുകളിൽ. മത്തനില, കുമ്പളത്തിനില, വാഴമങ്ങ്, ഉണ്ണിപ്പിണ്ടി, കായത്തോല്, അങ്ങനെ കണ്ടതും കേട്ടതുമൊക്കെ. അന്നത്തെ കാലത്ത് മത്തങ്ങയും കുമ്പളങ്ങയും വെള്ളരിക്കയും കൈപ്പയ്ക്കയുമെല്ലാം പണക്കാരുടെ വീടുകളിൽ മാത്രമുണ്ടായിരുന്നതാണ്. പാവങ്ങളോ മത്തനില, കുമ്പളത്തിനില, വാഴമങ്ങ്, ഉണ്ണിപ്പിണ്ടി, കായത്തോല് ഇതുപോലെയുള്ള സാധനങ്ങളാണ് വീടുകളിൽ ഉപയോഗിച്ചിരുന്നത്. ചക്കക്കാലം ഇടിച്ചക്ക മുതൽക്കും മാങ്ങാക്കാലം കണ്ണിമാങ്ങ മുതൽക്കും തുടങ്ങും. ഇടിച്ചക്ക കഴിഞ്ഞാൽ കൊത്തച്ചക്ക കൊണ്ടുള്ള പ്രയോഗമായി. അതു കഴിഞ്ഞാൽ പച്ചച്ചക്ക കൊണ്ട്. പിന്നെയാണ് ചക്കപ്പഴത്തിന്റെ വരവ്. പച്ചച്ചക്കയുടെ മടലരിഞ്ഞ് മുള്ളു കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് തോരൻ വയ്ക്കും. പഴച്ചക്കയുടെ മടല് നുറുക്കി പുളിങ്കറി വെക്കാം. പച്ചച്ചക്ക പൂഞ്ഞുകൊണ്ട്, ചക്കക്കൂഞ്ഞെന്നും പറയും, മസാലക്കറി വെക്കാം. എന്താണ് പറയുന്നത്? ചക്കക്കലമായാൽ പിന്നെ ഇടിച്ചക്ക മുതൽക്ക് കറി വെക്കാൻ ഉപയോഗിക്കും. ഇടിച്ചക്ക കഴിഞ്ഞാൽ കൊത്തച്ചക്ക കൊണ്ട്, അത് കഴിഞ്ഞാൽ പച്ചച്ചക്ക കൊണ്ട്, പിന്നെ ചക്കപ്പഴം വരുമ്പോഴും ചക്കപ്പഴത്തിന്റെ മടല് നുറുക്കി പുളിങ്കറി വെക്കും. ചക്ക കൊണ്ട് വയ്ക്കാവുന്ന വിവിധ വിഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചക്കക്കുരു കൊണ്ട് എന്തെല്ലാം വയ്ക്കാം എന്നതിന് കണക്കില്ല. മൊളൂഷ്യം വയ്ക്കാം, പുളിങ്കറി വയ്ക്കാം, തീയല് വയ്ക്കാം, അവിയലും വയ്ക്കാം, എരിശ്ശേരി വയ്ക്കാം, മോരൊഴിച്ചു കൂട്ടാൻ വയ്ക്കാം, മെഴുക്കുപുരട്ടി വയ്ക്കാം, പൊടിത്തൂവല് വയ്ക്കാം, എല്ലാം വയ്ക്കാം. ചക്കക്കുരുവും കായയും ചേർത്ത് വയ്ക്കുന്ന മെഴുക്കുപുരട്ടി ബഹുകേമമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചക്കക്കുരു കൊണ്ട് വയ്ക്കാവുന്ന വിഭവങ്ങളെക്കുറിച്ച്. മൊളൂഷ്യം, പുളിങ്കറി, തീയൽ, അവിയൽ, എരിശ്ശേരി, മോരൊഴിച്ചുകറി, മെഴുക്കുപുരട്ടി, പൊടിത്തൂവൽ ഇതുപോലെയുള്ള എല്ലാ വിഭവങ്ങളും ചക്കക്കുരു കൊണ്ട് വയ്ക്കാം. കായയും ചക്കക്കുരുവും ചേർത്ത് വയ്ക്കുന്ന മെഴുക്കുപുരട്ടി ബഹുകേമമാണ്. ഇത് വളരെയധികം പോഷകങ്ങളുള്ളതും അത്യധികം സാന്ദ്രത കൂടിയതുമാണ്. അതുകൊണ്ട് തന്നെ ദഹിക്കാൻ പ്രയാസമുള്ളതും. അതിനാൽ ഇത്
വലിയ വീട്ടുകാരെല്ലാം വർഷകാലത്തെ കൂട്ടാറുള്ളൂ. ചക്കക്കുരു കൊണ്ട് വയ്ക്കുന്ന വിഭവങ്ങൾ വളരെ പോഷകമുള്ളതാണ്, ദഹിക്കാൻ പ്രയാസമുള്ളതുമായതുകൊണ്ട് വലിയ വീട്ടുകാരെല്ലാം മഴക്കാലത്തെ കൂട്ടാറുള്ളൂ. പണമുള്ള വീട്ടുകാരെല്ലാം ഇത് മഴക്കാലത്തെ കൂട്ടാറുള്ളൂ. അന്നേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നത് നല്ലവണ്ണം ഉണക്കി ഓരോ കുരുവായി കളിമണ്ണ് പൊതിഞ്ഞ് വീണ്ടും ഉണക്കിയിട്ടാണ്. അങ്ങനെ ചെയ്താൽ 6 മാസത്തിലധികം ചീത്തയാകാതിരിക്കും. ചക്കയുടെയും മാങ്ങയുടെയും എല്ലാം കാലം വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് കിട്ടുന്ന ചക്കക്കുരു ഉണക്കി ഓരോ കുരുവായി കളിമണ്ണ് പൊതിഞ്ഞ് വീണ്ടും ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ 6 മാസത്തിലധികം ചീത്തയാകാതിരിക്കും. അപ്പോൾ മഴക്കാലത്ത് അതെടുത്തിട്ട് കൂട്ടാൻ വെക്കാൻ സാധിക്കും. ചക്കക്കുരു പഴയതായാൽ ഗുരുത്വം കുറയും, ലഘുത്വം കൂടും. ചക്കക്കുരു പഴയതായാൽ അതിൻ്റെ കാഠിന്യം കുറയും. അതുകൊണ്ട് തന്നെ അത് വേഗം ദഹിക്കും. വർഷകാലത്തേക്ക് വേണ്ടി ചക്കയിൽ നിന്ന് ചക്കക്കുരു മാത്രമേ സൂക്ഷിക്കാറുള്ളൂ. അത്യാവശ്യം ചിലർ പച്ചച്ചക്ക ചുള കൊണ്ട് പപ്പടം ഉണ്ടാക്കി വെക്കും. ഈ ചക്കപ്പപ്പടം ഞാനിതുവരെ കണ്ടിട്ട് പോലുമില്ല എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. മാങ്ങയും പലതരത്തിൽ സൂക്ഷിക്കാറുണ്ട്. കണ്ണിമാങ്ങ ഉപ്പിലിട്ടുകൊണ്ടും കടുമാങ്ങയായും മൂത്ത മാങ്ങ ഉപ്പുമാങ്ങയായും ചെത്തുമാങ്ങ കറിയായും അടമാങ്ങയായും മാമ്പഴം കൊണ്ട് തിരമാങ്ങയും ഉണ്ടാക്കാം. തിരമാങ്ങയും അടമാങ്ങയും എന്തെന്നു മനസ്സിലായില്ല അല്ലേ? പറയാം. വെയിലത്ത് ചിക്കപ്പായ വിരിച്ച് അതിൽ കിടക്കപ്പായ വിരിച്ച് അതിൽ മല്ലുമുണ്ട് വിരിച്ച് അതിൽ മാമ്പഴം പിഴിഞ്ഞൊഴിച്ച് ഉണക്കിയെടുക്കുന്നതാണ് തിരമാങ്ങ. മാങ്ങാത്തിര എന്നും പറയും. എങ്ങനെയാണ് മാങ്ങാത്തിര ഉണ്ടാക്കുന്നത്? വെയിലത്ത് ചിക്കപ്പായ വിരിച്ച് അതിൽ കിടക്കപ്പായ വിരിച്ച് അതിൽ മല്ലുമുണ്ട് വിരിക്കുന്നു, തോർത്ത് പോലെയുള്ള ഒരു മുണ്ട് വിരിച്ച് അതിൽ മാമ്പഴം പിഴിഞ്ഞൊഴിക്കുന്നു, എന്നിട്ടോ ഉണക്കിയെടുക്കുന്നു. അതിനെയാണ് മാങ്ങാത്തിര അഥവാ തിരമാങ്ങ എന്ന് പറയുന്നത്. പച്ചമാങ്ങ പൂളി കഷണങ്ങളാക്കി ഉപ്പ് പുരട്ടി ഉണക്കിയെടുക്കുന്നതാണ് അടമാങ്ങ. ഇത് രണ്ടുകൊണ്ടും കൂട്ടാൻ വെക്കാം. ചക്കയും മാങ്ങയും ഇല്ലാത്ത 6 മാസം കൂട്ടാൻ വെക്കാൻ കാശ് കൊടുത്തു വാങ്ങുന്ന പതിവ് കേരളത്തിൽ പണ്ട് പണക്കാർക്ക് പോലുമില്ല. വെള്ളരിക്ക, മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ, കൈപ്പയ്ക്ക, മുതിര, പയറ് എന്നിവയെല്ലാം അതാതു കാലങ്ങളിൽ കൃഷി ചെയ്തുണ്ടാക്കും. പണ്ടുകാലത്ത് പൈസയുള്ള വീടുകളിൽ പോലും പച്ചക്കറിയും സാധനങ്ങളും പുറത്തുനിന്ന് കാശ് കൊടുത്തു വാങ്ങാറില്ല. എല്ലാം അതാതു കാലങ്ങളിൽ അവർ കൃഷി ചെയ്തുണ്ടാക്കുമായിരുന്നു. എല്ലാ തൊടിയിലും വാഴയുണ്ടായിരിക്കും, മുറ്റത്ത് അമരപ്പന്തലുണ്ടായിരിക്കും, തുവരച്ചെടി ഉണ്ടായിരിക്കും, തൊടിയിൽ ചേനയും ചേമ്പും ഉണ്ടായിരിക്കും, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പും ഉണ്ടായിരിക്കും, പോരെങ്കിൽ പലതരം ചീരയും ഉണ്ടായിരിക്കും. ഒന്നു പറയാൻ മറന്നു, മുരിങ്ങ ഇലയായും പൂവായും കായായും കൂട്ടാം. ഈ മുരിങ്ങ മിക്ക പറമ്പുകളിലും ഉണ്ടായിരിക്കും. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കായും നാളികേരം അരച്ചു വെച്ചാൽ അതുപോലൊരു കൂട്ടാൻ ഭൂമി മലയാളത്തിൽ ഇല്ലെന്നാണ് പറയാറ്. എങ്ങനെയാണ് വെക്കുന്നത്? ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കായും കൂടി നാളികേരം അരച്ചു വെക്കുന്നത്. അതുപോലൊരു കൂട്ടാൻ ഭൂമി മലയാളത്തിൽ ഇല്ലെന്നാണ് പറയാറ്. മാമ്പഴക്കൂട്ടാൻ കയ്യിലു കണക്കിലല്ല, മരിക കണക്കിലാണ് അതിഷ്ടമുള്ളവർ കൂട്ടുക. മാമ്പഴക്കൂട്ടാൻ ഇഷ്ടമുള്ളവർ കയ്യിലു കണക്കിലല്ല, പിന്നെ മരിക കണക്കിലാണ് അത് കൂട്ടുക. മരിക എന്നാൽ മരം കൊണ്ടുള്ള വലിയ കോരികയാണ്. ചക്കയും മാങ്ങയും 6 മാസം, അങ്ങനെയും ഇങ്ങനെയും 6 മാസം എന്ന വർഗത്തിൽപ്പെടാത്ത പരമദരിദ്രന്മാരായ ഒരുപാട് പേരുണ്ടായിരുന്നു പണ്ട് കേരളത്തിൽ. കൊല്ലം മുഴുവനും താളും തകരയും ഞണ്ടും ഞവഞ്ഞിയുമായി
കഴിച്ചുകൂട്ടേണ്ടി വരുന്നവർ, ഓണത്തിന് പോലും 4 വയ്ക്കാൻ പോയിട്ട് രണ്ടാമതൊന്ന് വയ്ക്കാൻ തരപ്പെടാത്തവർ, ഇത്തരക്കാരിന്ന് കേരളത്തിൽ ഇല്ല. ഇന്ന് ക്യാബേജും പൊട്ടറ്റോസും തക്കാളിയും കോളിഫ്ലവറും ക്യാരറ്റുമെല്ലാം നാട്ടിൻപുറങ്ങളിലെ കുടിലുകളിൽ പോലും പതിവായി വാങ്ങി കറി വയ്ക്കുന്നുണ്ട്. കൈയെഴുത്തും തലയിലെഴുത്തും. കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി 1927 മെയ് 10 തൃശൂർ ജില്ലയിലെ വലപ്പാട് അതിയാരത്ത് ജനിച്ചു. അധ്യാപകനായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒട്ടേറെ കവിതകൾ രചിച്ചു. അക്ഷരത്തെറ്റ്, അമൃതകഥകൾ, ഊണുതൊട്ട് ഉറക്കം വരെ, കുഞ്ഞുണ്ണി കവിതകൾ, കുറ്റിപ്പെൻസിൽ, നമ്പൂരി ഫലിതങ്ങൾ, കുട്ടേട്ടന്റെ കുറിപ്പുകൾ, കുട്ടികളുടെ രാമായണം, പഴമൊഴിപ്പത്തായം എന്നിവ പ്രധാന കൃതികൾ. 2006 അന്തരിച്ചു. ചോദിച്ചറിയാം. മാമ്പഴക്കൂട്ടാൻ കയ്യിലു കണക്കിലല്ല, മരിക കണക്കിലാണ് അതിഷ്ടമുള്ളവർ കൂട്ടുക. കയ്യിൽ, മരിക എന്നിവ വീട്ടുപകരണങ്ങളാണല്ലോ. ഇതുപോലെ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് മുതിർന്നവരോട് ചോദിച്ച് എഴുതൂ. മരിക എന്നാൽ മരം കൊണ്ടുണ്ടാക്കിയ കോരികയാണ്. അതുപോലെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മറ്റു വീട്ടുപകരണങ്ങൾ ഏതെല്ലാമാണ്? ഉറി, അടപലക, മത്ത് അഥവാ കടകോൽ, മുറം, കുട്ട, കോരിക, കൊരണ്ടി, നാഴി, കിണ്ടി, കോളാമ്പി ഇവയെല്ലാം പഴയകാലത്തെ വീട്ടുപകരണങ്ങളാണ്. ചകിരി അഥവാ കയർ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പഴയകാല വീട്ടുപകരണമാണ് ഉറി. അടുക്കളയുടെ ഉത്തരത്തിൽ അടുപ്പിനോട് ചേർന്ന് പുക തട്ടാവുന്ന സ്ഥലത്ത് കെട്ടിത്തൂക്കിയിടുന്നു. പ്രധാനമായും ആഹാരം പാകം ചെയ്ത് മൺകലങ്ങളിലാക്കി ഇതിൽ സൂക്ഷിക്കാറുണ്ട്. പാറ്റ പോലുള്ള കീടങ്ങളിൽ നിന്നും പൂച്ച പോലുള്ള വീട്ടുമൃഗങ്ങളിൽ നിന്നും പാകം ചെയ്ത ആഹാരം സംരക്ഷിക്കുക എന്നതായിരുന്നു ഉറിയുടെ പ്രധാന ഉദ്ദേശം. അടപലക കഞ്ഞി വാർക്കാൻ കലത്തിന്റെ വായ്വട്ടം അടച്ചുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന പലകയാണ് അടപ്പ് പലക അഥവാ അടപലക. മത്ത് തൈര് കടയുവാൻ വേണ്ടി മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു നാടൻ ഉപകരണമാണ് കടകോൽ അഥവാ മത്ത്. കുട്ട വസ്തുക്കൾ എടുത്തു വയ്ക്കാനും ചുമന്നു കൊണ്ടുപോകാനുമുള്ള ഉപാധിയാണ് കുട്ട. മുറം അരി, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളിലെ മാലിന്യങ്ങൾ കളഞ്ഞ് വൃത്തിയാക്കുന്നതിനാണ് മുറം ഉപയോഗിച്ചിരുന്നത്. കോരിക പണ്ട് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് വിളമ്പാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് കോരിക. ഇത് മരം കൊണ്ടും ഓടുകൊണ്ടും ഉണ്ടാക്കിയിരുന്നു. താരതമ്യേന വലിപ്പം കൂടുതലായത് കാരണം ഊൺമേശകളിൽ ഉപയോഗിക്കാനാകാത്തത് കൊണ്ട് ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല. ശീലങ്ങൾ അന്വേഷിച്ചറിയൂ. പഴുത്ത മാവിൻ നിലകൊണ്ടു തേച്ചാൽ പുഴുത്ത പല്ലും കളഭം മണക്കും. നമുക്ക് പണ്ടുണ്ടായിരുന്ന ശീലത്തെക്കുറിച്ചാണ് മുത്തശ്ശി പറയുന്നത്. ദിനചര്യകളുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായിരുന്ന ശീലങ്ങൾ അന്വേഷിച്ചറിയൂ. അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം. ഉണ്ടിട്ടു കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം. ഇവയെല്ലാം പണ്ടുകാലത്ത് നിത്യജീവിതത്തിൽ പ്രസക്തമായിരുന്ന ചൊല്ലുകളായിരുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ചൊല്ലുകൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. പിരിച്ചെഴുതാം. ചക്കക്കുരു ചക്ക അധികം കുരു. ചക്കച്ചുള ചക്ക അധികം ചുള. അമരപ്പന്തൽ അമര അധികം പന്തൽ അമരപ്പന്തൽ. തുവരച്ചെടി തുവര അധികം ചെടി തുവരച്ചെടി. പാചകക്കുറിപ്പ് തയ്യാറാക്കാം. കൂട്ടുകാരുടെ വീട്ടിൽ ചക്കയും മാങ്ങയും ഉണ്ടോ? ഇവ കൊണ്ട് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കാറുണ്ടോ? ആരാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കാറുള്ളത്? കൂട്ടുകാർ പാചകത്തിൽ സഹായിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? ആ വിഭവം തയ്യാറാക്കാൻ എന്തെല്ലാം വേണമെന്നറിയാമോ? ചക്ക കൊണ്ടോ മാങ്ങ കൊണ്ടോ വീട്ടിലുണ്ടാക്കുന്ന
ഏതെങ്കിലും ഒരു വിഭവത്തെക്കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കുക. സദ്യയൊരുക്കാൻ എന്തൊക്കെ? സദ്യവട്ടത്തിന് ആവശ്യമായ വിഭവങ്ങൾ എന്തൊക്കെയാണ്? എഴുതി നോക്കൂ. അവയിൽ ഏതൊക്കെ ഇനങ്ങൾ നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്കൂ. സദ്യയ്ക്ക് പലതരത്തിലുള്ള കറികളുണ്ടാവും. അവ ഉണ്ടാക്കാൻ ഏതെല്ലാം പച്ചക്കറികൾ ആവശ്യമാണ്? സാമ്പാറിൽ എന്തെല്ലാം പച്ചക്കറികൾ ഉണ്ടാവും? അവയിൽ ഏതൊക്കെ നമുക്ക് നമ്മുടെ വീടിന്റെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കും? തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, ചേന, മത്തങ്ങ. വേറെ ഏതെല്ലാം പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാൻ സാധിക്കും? കൂട്ടുകാർ എഴുതി നോക്കൂ. കവിതാശകലങ്ങൾ ശേഖരിക്കൂ. താളും തകരയും മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും കൂർക്കയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. അമ്മൂമ്മപ്പാട്ട്. ഇതുപോലെ വിവിധ ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൂടുതൽ ചൊല്ലുകളും പാട്ടുകളും കവിതാശകലങ്ങളും ശേഖരിക്കുക. എന്റെ കവിതാ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുക. ക്രമപ്പെടുത്താം. താഴെ കൊടുത്ത പദങ്ങൾ അക്ഷരമാല ക്രമത്തിലാക്കി എഴുതൂ. ധനികൻ, ഓളം, ജനം, ശബ്ദം, ഐക്യം, ഗാനം, എളിമ, വയൽ, ഘടികാരം, പത്തായം. ഈ വാക്കുകളെ അക്ഷരമാലാക്രമത്തിലാക്കി എഴുതണം. എങ്ങനെ എഴുതാം? ആദ്യം ഏത് പദമാണ് വരിക? എളിമ. പിന്നെയോ ഐക്യം. എ കഴിഞ്ഞാണ് ഐ വരുന്നത്. എളിമ, ഐക്യം. അത് കഴിഞ്ഞാലോ ഓളം. അത് കഴിഞ്ഞാൽ ഗാനം. പിന്നെ ഘടികാരം, ജനം, ധനികൻ, പത്തായം, വയൽ, ശബ്ദം. അർത്ഥസൂചിക നോക്കാം. ഗുരുത്വം, കാഠിന്യം. മരിക, മരം കൊണ്ടുള്ള വലിയ കോരിക. മേത്തരം, ഉയർന്ന. ലഘുത്വം, കനക്കുറവ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.